CMന്റെ രണ്ടാമത്തെ അറ്റാക്ക് ആയിരുന്നു ഇത്. ദാറ്റ് ടു എ മാസീവ് അറ്റാക്ക്. അതും അദ്ദേഹത്തിന്റെ ഈ കണ്ടീഷനിൽ. ടു ബി വെരി ഫ്രാങ്ക്, ഞങ്ങൾക്കടക്കം തീരെ പ്രതീക്ഷയുണ്ടായിരുന്നില്ല അദ്ദേഹം രക്ഷപ്പെടുമെന്ന്. ഇറ്റ്സ് എ മിറക്കിൾ. ഡോക്ടർമാർ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. കഴിഞ്ഞ 10-48 മണിക്കൂറായി ഞങ്ങൾക്കുണ്ടായ ആകാംക്ഷയ്ക്ക് റിലീഫ് കിട്ടി. സർ, മുഖ്യമന്ത്രി ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിനെ കുറിച്ച് പാർട്ടി സെക്രട്ടറിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? സഖാവ് അകത്തേക്ക് പോയപ്പോ ഹാപ്പി ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ മുഖത്തൊരു മ്ലാനത? CM രക്ഷപ്പെട്ടതറിഞ്ഞ് സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തായി? അടുത്ത അറ്റാക്കിന് റെഡിയായോ? ഇത് രണ്ടാം ജന്മമാണ്. സഖാവിന് ശനിയാ. ഇത് വിറപ്പിക്കേ ഉള്ളൂ, കൊണ്ടുപോവില്ല. ഓടാ, നീയും നിന്റെ ഒരു ശനി. എന്താ ഫരീദ? ഡോക്ടറിന് വരണം, സംതിങ് ഇമ്പോർട്ടന്റ്. സർ, ഉഷ ചെലാട്ട്, പാത്തോളജിസ്റ്റ്. സർ, CMന്റെ ബ്ലഡ് സാമ്പിൾസും മറ്റും ഉഷയാണ് പരിശോധിച്ചിരുന്നത്. ഷി ഹാസ് ഗോട്ട് റിയലി ബാഡ് ന്യൂസ്. CMന്റെ ബ്ലഡ് റിസൾട്ടിൽ ഏതോ ഫോറിൻ കണ്ടന്റിന്റെ ട്രേസ് കണ്ടു. ഇതെന്തായി കേൾക്കുന്നേ? ഐ ഡൗട്ട് സം പോയ്സൺ. ഓ ഗോഡ് ജീസസ്, ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോഴത്തെ അറ്റാക്കിന് ഇതാണോ കാരണം? അതെന്താണെന്ന് ഡീറ്റെയിൽ പരിശോധനയിലെ അറിയാൻ കഴിയൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ആർ യു ഷുവർ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു സർ. ആരെ സാർ വിളിക്കുന്നത്? നത്തിങ് മെഡിക്കൽ. ഇറ്റ്സ് എ ക്രൈം. പോലീസിനെ അറിയിക്കണ്ടേ? വയറിച്ചിരി കൂടി. കഴുത ബോധമില്ലാത്ത സഖാവ് എന്താ ഇവിടെ? അറിയില്ല, എന്തോ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ടോ, വരണമെന്ന് പറഞ്ഞു. എന്നോടും വരാൻ പറഞ്ഞു. എന്ത് മീറ്റിംഗ് ആണാവോ? സീമിന് എങ്ങനെയുണ്ട്? ഇപ്പൊ എല്ലാം നോർമലാ. വീട്ടിലെത്തിയില്ലേ? ഉവ്വ്. അയ്യോ, സാറിന്റെ ഷർട്ട് എന്താ ചുളുങ്ങിയിരിക്കുന്നത്? ഷർട്ടിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞാൻ നോക്കി. സഖാവ് നമ്മളെ ആക്കല്ലേ ബാബാ. ഡോക്ടർ ജോൺ, പ്ലീസ് കണ്ടിന്യൂ. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനും DGP രഘുറാമും DGP ഇന്റലിജൻസ് ശ്രീനിവാസനും പിന്നെ എന്റെ കൊളീഗ്സ് ഡോക്ടർ ഫരീദ ഹസനും ഡോക്ടർ ജയശീലനും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നടന്നു. അതിന്റെ കണ്ടൻസ് ഞാൻ പറയാം. CMന് സംഭവിച്ചത് ഒരു മാസീവ് അറ്റാക്ക് തന്നെയായിരുന്നു. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് CM ഇപ്പോ പൂർണ്ണമായി റിക്കവർഡായിരിക്കുന്നു. ഈ അറ്റാക്ക് ഉണ്ടാകാനുള്ള കാരണം, ഐ എം അഫ്രൈഡ് മിസ്റ്റർ വാസുദേവൻ, CM വാസ് പോയിസൺഡ്. ഏതോ രീതിയിൽ വിഷമുള്ളിൽ ചെന്നതാണ് ഈ അറ്റാക്കിനുള്ള കാരണം. CMന്റെ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചപ്പോൾ ഏതോ ഒരു ഫോറിൻ കണ്ടന്റ് കണ്ടതാണ് ഡൗട്ടിന് കാരണം. തുടർന്നുള്ള പരിശോധനയിൽ അതേതോ പോയിസൺ ആണെന്നും ബോധ്യപ്പെട്ടു. വളച്ചു കെട്ടാതെ ചോദിക്കട്ടെ, CMനെ ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ? വാസ് ഇറ്റ് ആൻ അസാസിനേഷൻ അറ്റംപ്റ്റ്? യെസ്, അങ്ങനെ വേണം സംശയിക്കാം. CMന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ ഡോക്ടർ? സാറ്റിസ്ഫാക്ടറി എന്ന് പറയാം. CMനോട് കാര്യങ്ങൾ പറയാമോ? പറയണം. പറഞ്ഞില്ലേക്കിനിയ CMനോട് മാത്രമല്ല, പാർട്ടിയിലും വിവരം അറിയിക്കണം. മറ്റുള്ള ഗവൺമെന്റ് പോലെയല്ല, ഇവിടെ പാർട്ടിയാണ് ഒരു സ്റ്റെപ്പ് മുകളില്. ഇംപോസിബിൾ. അദ്ദേഹത്തെ ഒന്നുകൂടി ചെക്കപ്പ് ചെയ്തോട്ടെ. പെട്ടെന്നൊരു ഷോക്ക് താങ്ങാനാകണ്ടേ? മതി, അത് കഴിഞ്ഞിട്ട് മതി. മീഡിയ അറിയിക്കണ്ടേ? വേണ്ടി വരും. പറയാതിരുന്നാൽ അതിനേക്കാൾ പ്രശ്നമാവും. മീഡിയ അറിയിക്കാനൊന്നും ആരും നോക്കണ്ട. അതൊക്കെ വേണ്ട പോലെ പാർട്ടി നോക്കിക്കോളും. അല്ലേ സഖാവേ? എത്ര മാസം വേണ്ടിവരും ഇതിന്റെ അന്വേഷണം തുടങ്ങി അവസാനിപ്പിക്കാൻ? മാസങ്ങളോ, ദിവസങ്ങൾ, അല്ലെങ്കിൽ മണിക്കൂറുകൾ. അതിനു മുൻപ് കണ്ടുപിടിച്ചിരിക്കണം. CMന്റെ ഉള്ളിൽ പോയിസൺ ചെന്ന വഴി ആര് എപ്പോ എങ്ങനെ ചെയ്തുവെന്നും. സഖാവെ, പെട്ടെന്ന് എന്തെങ്കിലും നടക്കണമെങ്കിൽ ആ CBI ഏൽപ്പിക്കുന്നത് നല്ലത്. വല്ല കള്ളക്കേസ് ഉണ്ടാക്കി കോടതി വരെയെങ്കിലും എത്തിച്ചോളൂ. പീറ്റർ പ്ലീസ്, ഇറ്റ്സ് എ സീരിയസ് മീറ്റിംഗ്. ശരി. അതെ, ആരാ നമ്മുടെ ഫോഴ്സിൽ ഈ അന്വേഷണത്തിന് പറ്റിയ ഉദ്യോഗസ്ഥൻ?
പെരുമാൾ കം. സർ, കാര്യങ്ങൾ ശരിക്കും മനസ്സിലായോ പെരുമാൾ? മുഴുവൻ മെഡിക്കൽ ടൈപ്സ് അല്ലേ സർ? കുറച്ചൊക്കെ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ ഡോക്ടർ ഫരീദ ഹാസനോട് ചോദിച്ചാൽ മതി. ഓക്കെ സർ. സർ, സി എമ്മിനോട് കാര്യങ്ങൾ പറയുന്നതെന്നാണ് തീരുമാനിച്ചത്. വി ആർ ഓൾറെഡി ലേറ്റ്. അപ്പോഴാ ഡോക്ടർ ജോൺ പറഞ്ഞത് ഒന്നുകൂടി പരിശോധിച്ചിട്ട് പറയാമെന്ന്. അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവൻ സൗകര്യം പോലെ പറഞ്ഞോളൂ. സർ, മിസ്റ്റർ വാസുദേവനെ കൂടാതെ മറ്റാർക്കൊക്കെ ഇതറിയാം? അത് പിന്നെ എനിക്ക്, DGP ശ്രീനിവാസ്, ഡോക്ടർ ജോൺ, ഡോക്ടർ ജയശീലൻ, ഡോക്ടർ ഫരീദ ആൻഡ് ഓഫ് കോഴ്സ് യു. ഐ എം സോറി, ADGP പീറ്റർ സക്കറിയ. എന്താ ചോദിച്ചേ? ഇനി ആരും അറിയരുത്. ഇത്രയും പേര് അറിഞ്ഞതിന് കൂടുതലാ. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ CM. വാട്ട്? CMനോട് പറയരുത്. വൈ? കാരണമുണ്ട് സർ. എന്ത് കാരണം പെരുമാൾ? പല കാരണങ്ങളുണ്ട് സർ. അതിൽ ഏറ്റവും പ്രധാനം പാർട്ടി നേതൃത്വവും CMും തമ്മിലുള്ള രസക്കേട് തന്നെ. പാർട്ടിയും സിയും രസവും രസക്കേടവും തിരക്കാൻ ആരും നിൽക്കണ്ട. പീറ്റർ പ്ലീസ്, യു മേ കണ്ടിന്യൂ. ടു ബി ഫ്രാങ്ക്, വധശ്രമമാണ് നടന്നിരിക്കുന്നത്. CMനോടൊപ്പം മീഡിയ അറിയും. അവരെ ഒഴിവാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ബ്രീഫിംഗിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പത്രക്കാരൻ വധശ്രമത്തിന് പിന്നിൽ ആരാണെന്ന് CMനോട് ചോദിച്ചാൽ എന്റെ ശത്രുക്കൾ ആരാണെന്ന് ഞാൻ തന്നെ പറയണോ എന്ന് അദ്ദേഹം തമാശക്കെങ്കിലും ഒരു മറുചോദ്യം ചോദിക്കും. ക്ഷമിക്കണം സർ. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ കൂടിയും മീഡിയ അങ്ങനെ കളർ കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ ഈ നാട്ടിലൊഴുകുന്നത് ചോരപ്പുഴയായിരിക്കും. പാർട്ടി പ്രവർത്തകർ ചേരി തിരിഞ്ഞ് തെരുവുയുദ്ധം നടത്തും. തുടർന്നുണ്ടാവുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ഇവിടുത്തെ ഒരു പോലീസിനും കഴിയില്ല സർ. അതുകൊണ്ട് പറയരുത് സർ. ഇനി ഒരാൾ കൂടി ഇത് അറിയരുത്. ദാറ്റ് ഇൻക്ലൂഡ്സ് CM. CM അറിയോ അറിയാതെ ഇരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ പാർട്ടി അറിയാതിരിക്കണം പ്രശ്നമില്ല. പാർട്ടി അറിയരുത് സർ. ദ ലീസ്റ്റ് നോസ് ഇറ്റ്, ദ ലെസ് ഡേഞ്ചറസ് ഇറ്റ് ഈസ്. എന്തോന്നാ? പാർട്ടി അറിയരുത്. ദ ലീസ്റ്റ് നോസ് ഇറ്റ്, ദ ലെസ് ഡേഞ്ചറസ് ഇറ്റ് ഈസ്. ഓ, കേട്ടിട്ട് പെരുമാൾ പറഞ്ഞ വളരെ ശരിയാ. വെരി കറക്റ്റ്. ഓ, അത്രയ്ക്ക് കറക്റ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ. വേണ്ട, പാർട്ടിയും അറിയണ്ട. പാർട്ടിയും പാർട്ടിയും ഈ അന്വേഷണം എവിടെ, എങ്ങനെയാ തുടങ്ങുക? ഇരുട്ടിൽ തപ്പി തുടങ്ങണം സർ. നമ്മൾ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ വെച്ചിട്ടില്ലേ? ഒരു സൂചനയില്ലാത്ത സ്ഥിതിക്ക് ഇരുട്ടി തന്നെ തപ്പി തുടങ്ങണം സർ. പട്ടാപ്പകല് തപ്പിയിട്ട് ഇവിടെ ഒന്നും കിട്ടണില്ല, പിന്നെ ഇരുട്ടി തപ്പിയിട്ട് എന്ത് കിട്ടാനാ? എന്തെങ്കിലും പ്രോഗ്രസ് എപ്പോ പ്രതീക്ഷിക്കാം? സാറേ, ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് 3 മണിക്കൂറും 48 മിനിറ്റും ആയിട്ടുള്ളൂ. യു ആർ ആസ്കിംഗ് മീ ടു മച്ച്. ഐ നോ ടെൻഷനാ പെരുമാൾ. ആദ്യം ഒരു ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ, ചെയ്ത വഴിയും ആളെയും കണ്ടുപിടിക്കുക. ഇപ്പോ ഒരു ടെൻഷനും കൂടെ കൂടി. CM അടക്കം മറ്റാരും അറിയാതെ സൂക്ഷിക്കുക. തീർന്നില്ല സർ, ഒരു ടെൻഷൻ കൂടെ ബാക്കിയുണ്ട്. പെർഹാപ്സ് മോർ ഇമ്പോർട്ടന്റ്. ഇനിയൊരു അറ്റംപ്റ്റ് കൂടെ ഉണ്ടാവുമോ? ഇനിയൊരു അറ്റംപ്റ്റോ? ഉണ്ടാവണമെന്ന് നമ്മളാരും ആഗ്രഹിച്ചിട്ടില്ല സർ, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കണം. വി ഷുഡ് ബി അലർട്ട്. എനിക്ക് ആകെ പേടി ADGP പീറ്ററിയാ. വായിട്ടളിക്കുമോ? കേട്ടതൊക്കെ മനസ്സിലിരിക്കണ്ടേ? ഒരു ടെൻഷൻ കൂടെ കൂടിയോ? അയാളെ അവോയ്ഡ് ചെയ്യാമായിരുന്നു. പ്രോട്ടോകോൾ. പിന്നെ ഈ അന്വേഷണത്തിന് ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ അപ്പോ കരുതിയില്ല. ഇനി ഏതായാലും അയാളെ വിളിക്കുന്ന പ്രശ്നമില്ല. ക്ലിയർ പെരുമാൾ? വിളിക്കാതെ പറ്റില്ല സർ. വിളിച്ചാൽ ശല്യമാവും ശരിയാ, പക്ഷെ വിളിച്ചില്ലെങ്കിൽ അതൊരു ദുരന്തമാവും. കാരണം ADGP അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹമായിരിക്കും ഏറ്റവും വലിയ ചോർച്ച. തലവലി. தேவையில்லாம பிரச்சனை தூக்கி மண்டையில போட்டிருக்கேன். I am a bloody fool. Bloody fool. நீ அதை பத்தி பிரயோஜனமில்ல. அவங்க மேல நாம கொஞ்சம் ஜாக்கிரதா இருக்கணும். ഡിപ്ലോമസി അതാണ് தேவை. പെരുമാൾ അസലായിട്ട് തമിഴ് പറയുന്നുണ്ടല്ലോ. തമിഴ് മട്ടുമാ? വേറെ എന്തൊക്കെ ഭാഷ അറിയാം പെരുമാളിന്? സ്വൽപ്പ കന്നഡ, കൊഞ്ചം തെലുഗു, കൊഞ്ചം തമിഴ്, തോടാ ഹിന്ദി, എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇംഗ്ലീഷ്, പിന്നെ കുറച്ച് മലയാളം. പെരുമാളിന് എന്തൊക്കെ സപ്പോർട്ടാ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്? ഓഫീസ്, സ്റ്റാഫ്, എനിത്തിങ് യു ക്യാൻ ഡിമാൻഡ്. സർ, നോ ഓഫീസ്, നോ സ്റ്റാഫ്. ഞാൻ എവിടെയുണ്ടോ അതാണ് എന്റെ ഓഫീസ്. ഇപ്പോ ഇതാണ് എന്റെ ഓഫീസ്. വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ, റോഡിലാണെങ്കിൽ റോഡിൽ, ക്വാർട്ടേഴ്സിലാണെങ്കിൽ ക്വാർട്ടേഴ്സിൽ. എനിക്ക് ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുള്ള സ്ഥലത്ത് അവരെ പോയി കണ്ടോളാം. അത്യന്തം രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കരുത്. പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ വിളിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഉപദേശം ചോദിക്കുകയോ ചെയ്യുള്ളൂ. We do understand you, Perumal.